ലോ ഓഫ് ഇനോഷ്യ, ജഡത്വ നിയമം. ഇപ്പോൾ ജഡത്വ നിയമം ഗലീലിയോ ആണ് ആവിഷ്കരിച്ചത്. അപ്പോൾ അതിന് മുന്നേ ജഡത്വം എന്താണെന്ന് നോക്കാം. ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ ആ റെസ്റ്റിൽ തുടരാനുള്ള അതിൻ്റെ ടെൻഡൻസി, അല്ലെങ്കിൽ മോഷനിലൊരു ബോഡിക്ക് മോഷനിൽ തുടരാനുള്ള ടെൻഡൻസി ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിൽ നിന്ന് മാറാനുള്ളൊരു മടീനെയാണ് നമ്മൾ പറയുന്നത് ഇനോഷ്യ അല്ലെങ്കിൽ ജഡത്വം. ഈ ജഡത്വം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല, പിന്നെ ഇത് മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമുക്ക് ജഡത്വ നിയമത്തിലേക്ക് പോകാം. അപ്പോൾ ജഡത്വ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബോഡി കണ്ടിന്യൂസ് ഈ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് കമ്പൽ ഇറ്റ് ടു ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ്. റെസ്റ്റിലുള്ള ബോഡി റെസ്റ്റ് തുടരാനും യൂണിഫോം മോഷനിലുള്ള ബോഡി യൂണിഫോം മോഷനിൽ തുടരാനുമുള്ള ടെൻഡൻസി അൺലെസ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാൻ കമ്പൽ ചെയ്യുന്നവരെ. ഇതാണ് ലോ ഓഫ് ഇനേർഷ്യ എന്ന് ഗലീലിയോ കണ്ടെത്തി. എങ്ങനെയാണ് ഗലീലിയോ ഈ എക്സ്പെരിമെൻറ്റിലേക്ക് എത്തിയതെന്ന് നോക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഫിഗർ 5.1a 1, 2, 3 എന്ന് വെച്ചാൽ 3 ഫിഗേഴ്സ് കാണുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഫിഗർ നമുക്ക് കൺസിഡർ ചെയ്യാം. ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ നിന്ന് ബോൾ താഴേക്ക് ഇടുന്നു. അപ്പോൾ ബോളിന് എന്ത് സംഭവിക്കുന്നു? ബോളിന് ആക്സലറേഷൻ സംഭവിക്കുന്നു. ഇനി സെക്കൻഡ് കേസിലാണെങ്കിൽ ചെരിഞ്ഞ പ്രതലത്തിൽ നിന്നും ബോൾ മുകളിലേക്കാണ് നമ്മൾ ഉരുട്ടുന്നത്. അപ്പോൾ ബോളിന് എന്താണ്? റീട്ടാർഡേഷനാണ് സംഭവിക്കുന്നത്. തേർഡ് കേസിൽ ഈ ഹൊറിസോണ്ടൽ പ്ലെയിന് ഫ്രിക്ഷൻലെസ് ഒന്ന് കൺസിഡർ ചെയ്യുന്നു. അതിലൂടെ ബോൾ എങ്ങനെ ഉരുട്ടാൻ നേരത്ത് ആക്സലറേഷനോ റീട്ടാർഡേഷനോ അതിന് സംഭവിക്കുന്നില്ല. പകരം അത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഇൻഫിനിറ്റി വരെ അങ്ങ് ട്രാവൽ ചെയ്യുകയാണ്, എവിടെ നിൽക്കാതെ അങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. ഈ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞു ഒരു ബോൾ മേളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആക്സലറേഷനാണ്. സെക്കൻഡിൽ എന്താണ്? റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞു. തേർഡ് കേസിൽ ആക്സലറേഷനോ റിട്ടാർഡേഷനോ ഇല്ല. എന്താണ്? ഫ്രിക്ഷൻലെസ് പ്ലെയിനിൽ ഇൻഫിനിറ്റി വരെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ബോൾ ട്രാവൽ ചെയ്യുന്നു. ഇനി അടുത്ത എക്സ്പെരിമെൻറ്റ് നോക്കുമ്പോൾ നമ്മൾ ഡബ്ലി ഇൻക്ലൈൻഡ് പ്ലെയിൻ, 2 വശം ചെരിവുള്ള ഒരു പ്രതലം എടുക്കുകയാണ്. നമ്മളൊരു അലുമിനിയം പ്ലേറ്റ് എടുക്കുകയാണ്, 2 സൈഡും ഒരേപോലെ ചെരിച്ച് വെച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ബോൾ ഇങ്ങനെ റിലീസ് ചെയ്യാൻ നേരത്ത്, ഇവിടുന്ന് ബോൾ റിലീസ് ചെയ്യാൻ നേരത്ത് ബോൾ ഈക്വൽ ഡിസ്റ്റൻസ് ആണ് ഇവിടെ ട്രാവൽ ചെയ്യുന്നത്. എവിടെ നിന്ന് ട്രാവൽ ചെയ്തോ ഈക്വൽ ഡിസ്റ്റൻസ് അല്ല, ഈക്വൽ ഹൈറ്റിൽ. നമ്മളിത് എക്സ് ആക്സിസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഈക്വൽ ആയിട്ടുള്ള ഹൈറ്റിലാണ് ഇവിടെ നിന്ന് നമ്മൾ റിലീസ് ചെയ്യുന്ന ബോൾ കറക്റ്റ് ഇവിടം വരെ ഈക്വൽ ഹൈറ്റിലാണ് എത്തുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെ ഈ എക്സ് ആക്സിസിനുള്ള ഹൈറ്റ് തുല്യമായിരിക്കും. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് കണ്ടത്. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് ഒരു പ്രതലം, ഈ കേസിൽ എന്താണ്? ഒരു പ്രതലം കുറച്ച് നിവർത്തി വെച്ചു. അപ്പോൾ നമ്മൾ ബോൾ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുമ്പം ബോൾ ട്രാവൽ ചെയ്ത് ഈ എക്സ് ആക്സിസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന് തുല്യമായ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ നിവർത്തി വെച്ച പ്രതലം വരെ ബോൾ എത്തുന്നു. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം ഫസ്റ്റ് കേസ് സെക്കൻഡ് കേസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ ബോളിന് കുറച്ചും കൂടി ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യേണ്ടി വരുന്നു. പക്ഷേ ബോൾ അതിൻ്റെ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ എക്സ് ആക്സിൽ നിന്നുള്ള അല്ലെങ്കിൽ സർഫസിൽ നിന്നുള്ള ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നു. 2 ഇൻക്ലൈൻഡ് ഏരിയയിലും സെയിം ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബോൾ ശ്രമിക്കുന്നു. ഇനി അടുത്ത കേസ് എന്ന് വെച്ചാൽ ഒരു പ്രതലം, തേർഡ് കേസിൽ നമ്മൾ ഒരു ചെരിഞ്ഞ പ്രതലം ഫുള്ളായിട്ട് നിവർത്തി വെച്ചു. എന്നിട്ട് നമ്മൾ ബോൾ റിലീസ് ചെയ്യുന്നു. ഇത് ഫ്രിക്ഷൻലെസ് ആണെന്നും കൂടെ കൺസിഡർ ചെയ്താൽ ബോൾ യൂണിഫോം വെലോസിറ്റിയിൽ ഇൻഫിനിറ്റി വരെ ട്രാവൽ ചെയ്യുന്നു. കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഇൻഫിനിറ്റി വരെ ട്രാവൽ ചെയ്യുന്നു. കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഇൻഫിനിറ്റി വരെ ട്രാവൽ ചെയ്യുന്നു ബോൾ. അപ്പോൾ നമുക്കറിയാം ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ സാധനം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല. ഫ്രിക്ഷൻ എല്ലായിടത്തും ഉണ്ട്. ബോഡി കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഫ്രിക്ഷൻ വരും. അതുകൊണ്ട് തന്നെ ബോൾ ഇൻഫിനിറ്റി വരെ ട്രാവൽ ചെയ്യില്ല, കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് നിർത്തും. ഇവിടെ ഗലീലിയോ കൺക്ലൂഡ് ചെയ്ത കാര്യങ്ങൾ, ഒന്നാമത് ഗലീലിയോ പറഞ്ഞു റെസ്റ്റിലുള്ള ബോഡിയും അതേപോലെ യൂണിഫോം മോഷനിലുള്ള ബോഡിയും രണ്ടും ഇക്വലൻ്റ് ആണ്.
റെസ്റ്റിലുള്ള ബോഡിക്ക് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് 0 അതേപോലെ യൂണിഫോം മോഷനിലുള്ള ബോഡിക്കും അതേപോലെ തന്നെയാണെന്ന്. എന്ന് വെച്ചാൽ യൂണിഫോം മോഷനിലായിരിക്കുമ്പം എക്സ്റ്റേണൽ ഫോഴ്സും ആ ബോഡിക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സും തുല്യമായിരിക്കും, പക്ഷേ ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് യൂണിഫോം മോഷനിൽ 0 ആയിരിക്കും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബോഡി റെസ്റ്റിലായിരിക്കുമ്പോഴോ യൂണിഫോം മോഷനിലായിരിക്കുമ്പോഴോ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആയിരിക്കും. ഇപ്പോൾ ഇനേർഷ്യ എന്ന് വെച്ചാൽ ഒരു ബോഡിക്ക് ചേഞ്ച് റെസിസ്റ്റ് ചെയ്യാനുള്ള അതിൻ്റെ ടെൻഡൻസിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആകുമ്പം റെസ്റ്റിലുള്ള ബോഡി അത് കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിക്കും. യൂണിഫോം മോഷനിലുള്ള ബോഡി യൂണിഫോം വെലോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ എ ബോഡി ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺലെസ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് കമ്പൽ ഇറ്റ് ടു ചേഞ്ച് ദാറ്റ് ഫോഴ്സ്. ഇതാണ് ലോ ഓഫ് ഇനേർഷ്യ. ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ അത് റെസ്റ്റിൽ തുടരാനോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണെങ്കിൽ യൂണിഫോം മോഷനിൽ തുടരാനോ ശ്രമിക്കും അൺലെസ് എക്സ്റ്റേണൽ ഫോഴ്സ് കമ്പൽ ഇറ്റ് ടു ചേഞ്ച് ദാറ്റ് സ്റ്റേറ്റ്.